മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിന് ഒരു എയിംസ് എന്നത് പതിറ്റാണ്ടുകളായുള്ള ആഗ്രഹമാണ്. മാറി മാറി വരുന്ന ഭരണാധികാരികൾ മോഹിപ്പിക്കുമെങ്കിലും അന്തിമ പ്രഖ്യാപനത്തിലേക്ക് എത്തിയിട്ടില്ല. പലവട്ടം പല ജില്ലകളുടെ പേര് തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാക്കിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എയിംസ് വിഷയത്തിൽ ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ എവിടെയും എയിംസ് എന്ന് ഉച്ചരിച്ചിട്ടില്ലെന്നാണ് പുതിയ വാദം. തന്റെ പ്രസംഗങ്ങൾ പരിശോധിച്ചാലതും ബോധ്യമാകും. എയിംസ് തൃശൂരിൽ വേണമെന്ന് പറയുന്ന ജനങ്ങൾക്ക് ഒപ്പമാണ് താനെന്നും സുരേഷ് ഗോപി പറയും. ഏറെക്കാലമായുള്ള മലയാളികളുടെ ആവശ്യമാണ് കേരളത്തിന് എയിംസ് വരണമെന്നത്. എയിംസ് കേരളത്തിലേക്ക് എത്തുമെന്നും ആലപ്പുഴയിലേക്ക് എത്തുമെന്നുമൊക്കെ പറഞ്ഞിരുന്ന കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. എന്നാൽ ഇപ്പോൾ അദ്ദേഹം താൻ പറഞ്ഞ മുൻപുണ്ടായിരുന്ന തന്റെ വാക്കുകളിൽ നിന്ന് അപ്പാടെ മാറിയിരിക്കുകയാണ്. എവിടെയും താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും തന്റെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ മതിയെന്നുമൊക്കെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത്. മാത്രമല്ല, എയിംസ് വിഷയത്തിൽ തൃശ്ശൂരിലെ ജനങ്ങൾക്കൊപ്പമാണെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് സുരേഷ് ഗോപി. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും സുരേഷ് ഗോപിയും ജനങ്ങളെ കബളിപ്പിക്കുകയാണോ? ജനങ്ങൾക്ക് പറയാനുണ്ട്. വരാതിരിക്കാലോ, വരും. സഹകരിച്ചാൽ മതി. കുറച്ചുകൂടെ ഒക്കെ സഹകരിക്കണമെന്നേ ഉള്ളൂ. ഈ സുരേഷ് ഗോപി ആണെങ്കിലും പിന്നെ എം പിമാരൊക്കെ ഇല്ല ഒരുപാട് പേര്. ശക്തമായൊരു നേതാവിന് ചോദിച്ചൊരു സംവിധാനം അല്ലത്. അല്ലെങ്കിൽ വാക്ക് പറയാൻ നിൽക്കരുത്. അല്ലെങ്കിൽ വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നടപ്പിലാക്കണം. അല്ലാണ്ട് സിനിമ ഡയലോഗ് പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് പറയാനൊന്നുമില്ല. മന്ത്രിമാരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിന് നീക്കുമൊക്കെ നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും കാണുമായിരിക്കും. രാഷ്ട്രീയക്കാർ പൊതുവെ വാക്ക് മാറ്റി പറയുന്നവരാണ്. പൊതുജനങ്ങളാണ് ഇതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത്. സുരേഷ് ഗോപി ആണെങ്കിൽ ഏത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ അവരുടേതായ തീരുമാനങ്ങളിലായിരിക്കും അവർ നടത്തുന്നത്. പൊതുവെ ഒരു വ്യക്തിത്വമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പക്കതായ തീരുമാനമായിരിക്കണം. ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പല്ലേ? അപ്പൊ മാറ്റി പറഞ്ഞല്ലോ, പിന്നെ പറയാനില്ലല്ലോ. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കും അത് നമ്മൾ അങ്ങനെ പറയുന്നുണ്ടാവുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേരളത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക, അതിന് സപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുറേ നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടാകും. ഓട്ടം അടുത്തടുത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ പ്രയോജനം ചെയ്യണ ഒരു കേസാണ്. നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാരും അതിന് മുൻകൈ എടുക്കണം. എന്നുവെച്ചാൽ അവരാവശ്യപ്പെടുന്ന സ്ഥലം അവർ വിട്ടുകൊടുക്കണം. ഹൈവേയുടെ പ്രശ്നം അതെല്ലാം നോക്കി വേണമല്ലോ സ്ഥലങ്ങൾ കൊടുക്കാൻ. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. വന്നാൽ ഏറ്റവും ഫലപ്രദമായിരിക്കും. അല്ല, അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഐ തിങ്ക് ദ പ്രസന്റ് ഗവൺമെന്റ് ക്യാൻ ഡു സംതിങ്. അവർ സ്ഥലം വിട്ടുകൊടുക്കാനും മുഖ്യമന്ത്രി അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നാണല്ലോ നമ്മൾ കേട്ടുള്ളത്. തീർച്ചയായിട്ടും വരണം, വന്നേ പറ്റും. തീർച്ചയായിട്ടും ഓൾറെഡി എയിംസ് നല്ലതാണെന്നുള്ളത് ഡൽഹിയിൽ തെളിയിച്ചു കഴിഞ്ഞു. കേരളത്തിൽ വരികയാണെങ്കിൽ അത്രയും ജനങ്ങൾക്ക് ഉപകാരമായിരിക്കും. കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ എയിംസ് വരുന്നതിലൂടെ സാധ്യമാകും. എന്നാൽ ഇത്തരത്തിൽ എയിംസ് കേരളത്തിൽ കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴുമില്ല. കേന്ദ്രം കേരളത്തോടുള്ള അവഗണന തുടരുകയാണെന്നാണ് പൊതുവായ ജനാഭിപ്രായം. മറ്റ് ബ്യൂറോകൾക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ജോയിമോൻ ജോസ്, ന്യൂസ് മലയാളം.